എന്തായടാ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ? നീ പറഞ്ഞ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ മകളുടെ ഒരു വളവ് ഉരുക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് പണയം വെക്ക്. എടാ ഇതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവോ? തൽക്കാലം നിന്റെ കാര്യം നടക്കട്ടെ. എടാ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണോടാ. പൈസ ഇല്ലെങ്കിലേ ആളുകളുടെ മുമ്പിൽ നമുക്ക് പട്ടിയുടെ വില പോലും ഇല്ല. അതിപ്പോൾ കൂട്ടുകാരായാലും കുടുംബക്കാരായാലും പൈസ ഉണ്ടാ ആളുണ്ട്. ഓ നീയല്ലേ കാശുള്ളപ്പോൾ വലിയ ഡയലോഗ് അടിച്ച് കിടന്നത്. കാശ് വരും പോകും, ബന്ധങ്ങളാണ് വലുതെന്ന്. ഇപ്പം എന്തിനാണ് മാറ്റി പറയണത്? കൂടെ നടന്നവരും കൂട്ടുകാരൊക്കെ ഇപ്പം എവിടെ? അവരൊക്കെ നല്ല നിലയിലെത്തി. നീ എവിടെ എത്തി? എടാ നീ പറയാതെ എൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എനിക്കും മനസ്സിലായി. എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാലല്ല എൻ്റെ ഈ കൂടെ നടന്ന് ഒരുത്തനും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരും ഞാൻ ശരിക്കും പഠിച്ചു വെച്ചേക്കാണ്. സത്യത്തിൽ കാശിൻ്റെ വില എന്താണെന്ന് ശരിക്കും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നീ ഇപ്പം ഈ ചെയ്ത ഉപകാരം ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കൂല. പിന്നെ നീ ഇപ്പം എൻ്റെ കൂടെ നടന്നവന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, എടാ അവന്മാരെയൊക്കെ കാരണവന്മാർ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ ജനിച്ചത് തന്നെ ദാരിദ്ര്യം പിടിച്ച വീട്ടിലാണ്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ദരിദ്രനായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റമല്ല, ദരിദ്രനായിട്ട് മരിക്കുന്നത് നമ്മുടെ മാത്രം കുറ്റമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം.